അപ്പൊ റെഡിയല്ലേ? മത്സരം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. മത്സരം എങ്ങനെയാന്ന് മനസ്സിലായി ആർക്കെങ്കിലും? പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട്. അതായത് ഈ കള്ളി കണ്ട, ഈ കള്ളിയിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നിക്കാം. നിന്നതിന് ശേഷം ഈ ബോൾ കണ്ട, ഈ ബോള് ഈ ലൈനുമ കൂടെ ഇങ്ങനെ എറിഞ്ഞായിട്ട് ആയ കൊട്ടയിലേക്ക് ആക്കണം. ഇങ്ങനല്ല, ഈ കൊട്ടയിലേക്ക് ആക്കണം. അപ്പൊ ഒരാളിങ്ങടോ, ഒരാൾ കുഞ്ഞോമ്പ കുഞ്ഞോ കൊട്ട പോകാണ്ട് ഇങ്ങനെ നിക്കണം, ഇങ്ങനെ നിക്കണം, ഇങ്ങനെ നിക്കണം, ഇങ്ങനെ നിക്കണം കേട്ടാ. കാലാവധി പിടിച്ചിരുന്നേ. ഓക്കെ, കുഞ്ഞു റെഡി അല്ലേ? കുറച്ചും കയറി ഫ്രണ്ടിൽ കയറി. ഓക്കെ ഓക്കെ, അത് ശരിയായി. അപ്പൊ മനസ്സിലായില്ല എനിക്ക്? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്പോ നമ്മ ഉരുട്ടിങ്ങായിട്ട് നേരെ അതിന്റെ അകത്തേക്ക് ആക്കണം. ഓക്കെ അല്ലേ? അപ്പൊ മത്സരത്തിൽ പങ്കെടുക്കണ എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടാ. തോറ്റാലും ജയിച്ചാലും സമ്മാനം തരെയാണ്. അപ്പൊ നമ്മ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മളൊരു ചെറിയ മത്സര പരിപാടി അമ്മ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വേറൊന്നല്ല, ഈ കുഞ്ഞു പിള്ളേരെ വെച്ചുകൊണ്ട് അവർക്ക് ഒരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ട് സമ്മാനം ഞാൻ കാണിച്ചു തരാം. സമ്മാനം കാണണ്ടേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ സമ്മാനം കാണണം. ഇതാണ് കേട്ടാ, കണ്ടില്ലേ? ഇതാണ് നിങ്ങൾക്ക് അമ്മ കൊണ്ടിട്ടുള്ള സമ്മാനങ്ങൾ. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇന്ന് ഇപ്പൊ എല്ലാവർക്കും നമ്മൾ തരുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് അമ്മ കൊണ്ടിട്ടുള്ള സമ്മാനങ്ങൾ. ഇനിയുള്ള മത്സരങ്ങൾക്കൊക്കെ അങ്ങനെയല്ല, മത്സരിക്കുന്ന പ്രൈസ് കിട്ടുന്നവർക്ക് മാത്രം സമ്മാനം കിട്ടുള്ളൂ കേട്ടാ. ഇതിന്റെ തൊള്ള എന്താന്ന് അറിയണ്ടേ? നമുക്കൊന്ന് കാണാൻ, ഇത് തൊള്ള ഒന്ന് കാണട്ടെ. അത് നമുക്ക് കണ്ടിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സമ്മാനമാണ് വാങ്ങിയിട്ടുള്ളത്. നോക്കാലോ നമുക്ക് ഇതിനകത്തുള്ള പൊട്ടിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് പടം വരക്കാൻ ഇഷ്ടം എല്ലാവർക്കും? ഓക്കെ, പടം വരക്കണവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതൊന്നിട്ടാണത് പെൻസിലല്ലേ? ഓക്കെ, പിന്നെ കളർ പെൻസിൽ ഉണ്ട്, പിന്നെ നമ്മുടെ സ്കെച്ച് വാൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കളർ പെൻസിലിന്റെ തന്നെ ഒരു സെറ്റും കൂടി ഉണ്ട് കേട്ടോ. കണ്ടാ? ഇഷ്ടം എല്ലാവർക്കും? അപ്പൊ ഈ സമ്മാനം എല്ലാവർക്കും തരുമെന്നും പറഞ്ഞായിട്ട് മത്സരിക്കാതിരിക്കരുത്. അപ്പൊ നമ്മൾ നേരെ മത്സരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ഇപ്പൊ മെൻഷൻ ചെയ്യാട്ടാ. അപ്പൊ ഇതേപോലെ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ 10 കുട്ടികൾ മിനിമം വേണം കേട്ടോ. 10 കുട്ടികൾ മിനിമം ഉണ്ടെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നല്ല നല്ല സമ്മാനങ്ങളായിട്ട് ഞങ്ങൾ അവിടെ എത്താം, വീഡിയോ പകർത്താം കേട്ടാ. അതുപോലെ തന്നെ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ അവരെ ഏജൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ അവരെ ഏജിനനുസരിച്ചുള്ള സമ്മാനങ്ങളായിട്ട് ഞങ്ങൾ വരാം. അപ്പം നേരെ ഇന്നത്തെ മത്സരത്തിലേക്ക് കിടക്കുകയാണ്. മത്സരം നമുക്ക് ഓക്കെ അല്ലേ? അപ്പൊ റബ്ബർ ഉണ്ട്, ദീവാ സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതോടെ ഇരിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മത്സര സമ്മാനങ്ങളാണ് ഇരിക്കുന്നത്. പങ്കെടുക്കുന്നവർക്ക് നേരെ സമ്മാനങ്ങൾ വാങ്ങിക്കാം. എല്ലാവരും ലൈൻ അങ്ങോട്ടുണ്ട്. ലൈനായിട്ട് കൊട്ടയിൽ ബോളിടാൻ പോണ ആരാണ്? ആദ്യം ബോളിടുന്ന ആരാണ്? ഫസ്റ്റ് തന്നെ ഞാനിടാ. കുഞ്ഞോനെ ബക്കറ്റിട്ട് നിൽക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇടാൻ വേണ്ടി പോവുകയാണ്. എന്നോട് ഇങ്ങനെ ഉരുട്ടാ, ഇതേപോലെ ഇടണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ വിളിക്കണവരിട്ടാ മതി. എല്ലാവർക്കും തരാം. ഇടണോട്ടാ. നിങ്ങൾ എന്താണ് ഉഷാറില്ലാത്തത്? ഇട് 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 ഇട്. ഫസ്റ്റത്തെ പ്രൈസ് കുഞ്ഞോന്റെ പേരിലാണ് ജയാന് ഫസ്റ്റ് പ്രൈസ് ഇട്ടിരിക്കണ്ട. അപ്പൊ കുട്ടികളൊക്കെ തുടക്കക്കാരായിട്ട് ചെറിയ ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ പ്രോത്സാഹനങ്ങളാണ് ഇവര് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വരുന്നത്. മത്സരിക്കല്ലേ നമുക്ക്? ഓക്കെ, ബോർഡ് 2 പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാം. ഇങ്ങനെ നിൽക്കണം. നിൽക്കണ്ട, ഈ ലൈൻ കണ്ട ലൈനും കൂടെ ഉരുട്ടി കൊടുക്കാം. എന്നാ ഒന്ന് റെഡിയാ, റെഡിയാ. ഞാൻ പറയാം. അപ്പൊ ഉരുട്ടിക്കോട്ടാ, ഇതിലേക്ക് കൊട്ടൽ കിട്ടാ. ഓക്കെ, 2 ചാൻസ് ആട്ടോ ഒരാൾക്ക്. ഉരുട്ടിക്കോ.
കുറച്ചുകൂടി സ്പീഡിലിട്. ബാസ്കറ്റിൽ നോക്ക്, അവിടെ നോക്ക്, എടുത്തിട്ട് ഇനി നമ്മുടെ അപ്പുവാണ് ഇടാൻ വേണ്ടി പോണത്. അപ്പൊ അപ്പുവിന്റെ വിക്രാസ് കൂടി നമുക്ക് കാണാം. ഇടല്ലേ അപ്പൊ? ഇടോ നീ ഇത് ഉറപ്പാണോ? ചിലപ്പോഴല്ലേ ഇടണം, അറിയില്ല എന്നൊരു വാക്കില്ല നമ്മുടെ ഇല്ല. ഇട് കൈ അടിച്ചാ നോക്കിട്ടിട്ട് കുഞ്ഞോന്റെ കുഞ്ഞോന്റെ ഒരു ചാൻസ് കൂടെ അപ്പു കൊടുക്കാം. അപ്പൊ ലാസ്റ്റത്തെ കൊടുക്കാം. ഇനി അപ്പൊ അടുത്തത് നമ്മുടെ പേര് തന്നെ ജൻഹയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജൻഹ ശ്രദ്ധിക്കണം, ബാസ്കറ്റിലേക്ക് നോക്കാം, കൊട്ടയിലേക്ക് നോക്കാം, ഈ ലൈൻ നോക്കാം, കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അതിനകത്ത് കിട്ടാ മോള് അവിടെ വരും എന്നുള്ള ഉറപ്പാണ് കേട്ടോ. അപ്പൊ അപ്പൊ ജനങ്ങൾ അപ്പുറം പോയിട്ട് അപ്പൊ ഇതാണ് കേട്ടാ, ശ്രദ്ധിച്ചില്ലേ? ഇവിടെ നിക്ക, ലൈൻ നോക്ക, നേരെ നമുക്ക് ഇടാ കേട്ടാ. അപ്പൊ അടുത്താളോ അപ്പൊ പേര് മോന്റെ അപ്പൊ നന്ദൂട്ടനാണ് ഇടാൻ വേണ്ടി പോ. നന്ദു ശ്രദ്ധിച്ചില്ലേ? ഇടൂല ഉറപ്പല്ലേ? നന്ദു പുല്ലോരെ കയ്യടിയ ക്ലാപ്പ് നന്ദു നന്ദു ഒന്ന് സ്ലോ വേണം. നന്ദു ഇത്ര സ്പീഡ് ഇടരുത്. നോക്കിയാ ഇത്രയും ഫോഴ്സ് മതി. ആള് കാണാൻ വേണ്ട, കൊട്ട മാറ്റി കൊടുത്ത അതിന് വേണ്ടിട്ട്. അതിന് അടുത്ത ചാൻസ് ആണ്. ഇവിടെ വന്നിട്ട് ഇപ്പുറം വന്നിട്ട് മുത്താണ് മുത്ത ശ്രദ്ധിക്കണം. മത്സരം ഉണ്ട്, മത്സരമായി ക്ലാപ്പ് ചെയ്തേ. ഒരു ചാൻസ് കൂടി മുത്തിനെ നിങ്ങൾ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് തമാശ കളിക്കരുത്. നമ്മ മത്സരിക്കാൻ വേണ്ടി അത് എന്ത് കിട്ടിയാലും ഒരു പെൻസിലായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ഒന്നും കിട്ടില്ലായിരിക്കും, ഫസ്റ്റ് കിട്ടുന്നുള്ള വെറുതെ പറയുള്ളായിരിക്കും. എങ്കിലും മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്, അത് അതുപോലെ തന്നെ മത്സരിക്കണം. കൃത്യമായിട്ട് ഇടുന്നു എനിക്ക് മനസ്സിൽ ഉറപ്പിച്ച് ഉറപ്പാണ്. അലൈൻ മക്കൂടെ, അലൈൻ മക്കൂടെ കുഴപ്പമില്ല, അടുത്തേ പിടിക്കാം നമുക്ക്. നോക്കിക്കോ. അപ്പൊ ഞാൻ അടുത്ത നെക്സ്റ്റ് പേര് യദു. അപ്പൊ യദുവിന്റെ അടുത്ത യദുവിന്റെ അവസരം ഉണ്ടോ? യദു ഇടൂല ഉറപ്പല്ലേ? യദു ആ മത്സരത്തിൽ ടേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അലൈൻ മക്കൂടെ എന്താണ് നാളം കിടത്തല്ലടാ ആളുകളെ. ഓക്കെ അപ്പൊ ഇത് ഇടണോട്ടാ, ഇടണോട്ടാ. അപ്പൊ അടുത്ത ചാൻസ് ഇയാൾ പേര് മിൻഹ. അപ്പൊ മറ്റേ സെൻഹ അല്ലേ? ഇവര് ഇരട്ടകളാണ് കേട്ടോ. സെൻഹ മിൻഹ ഇരട്ടകളാണ്. അപ്പൊ മിൻഹ സെൻഹ നേരത്തെ ഇട്ടതാണ്. അപ്പൊ ഇത്തവണ മിൻഹ ഇടൂല ഉറപ്പല്ലേ? ഓക്കെ എന്നാ പിടിച്ചോ, ബോൾ പിടിച്ചോ, പിടിച്ചോ എന്നാ ബോൾ പിടിച്ചോ, ഇട്. അലൈൻ മക്കൂടെ വിട്ടാ മതി, അതിനോട് അലൈൻ പറിച്ചേക്കണേ. അലൈൻ മക്കൂടെ അപ്പൊ അടുത്ത ചാൻസിൽ നമുക്ക് നിൽക്കാം. അപ്പൊ അടുത്ത ചാച്ചു. ഓ ചാച്ചു 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 തകർക്കും മോനെ, ചാച്ചു പൊളിക്കും മോനെ ഉറപ്പാണ്. കൈയടിക്കട്ടെ ചാച്ചു, കാലോടെ കൈയോടാണ്. ഉഷാറേട്ടാ, ചാച്ചു പൊളിക്കും തറ പൊളിക്കും അല്ലേ? ഓക്കെ കണ്ടാ. ഞാൻ അടുത്ത ആളാരാണ്? മീൻകുട്ടി അല്ലേ? മീനുമാണ് ഇടാൻ പോണത്. എല്ലാവരും ശരിക്കും ക്ലാപ്പ് അടിച്ച് ഒരു ചാൻസ് കൂടി മീനൂന് തരികയാണ്. മീനു കുടിച്ചോ. എട് എട്. അപ്പൊ മീനപ്പുറത്തേക്ക് ഞാൻ അടുത്താരാണ്? ഇപ്പൊ എല്ലാവരും ആയാ? അല്ല നീ പൈസ നീ പൈസ തകർക്കും മോനെ. അപ്പൊ ക്ലാപ്പ് എല്ലാരും ക്ലാപ്പ് 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 ക്ലാപ്പ്.
ഞാൻ തട്ടിപ്പോ എന്റെ കാര്യം ഓക്കെ അപ്പൊ നമ്മുടെ കുഞ്ഞോനാണ് തകർക്കാൻ വേണ്ടി പോണത്. കൊട്ടനാർ പിടിക്ക്. കുഞ്ഞോനായിട്ടോ അത് ഉറപ്പാണോ? ഒന്ന് ഹായ് പറഞ്ഞവരോട്. അപ്പൊ ഇവിടെ ഉറപ്പല്ലേ? എന്നിട്ടോ ഈ ലൈൻ കുഞ്ഞോനെ ഈ ലൈൻ നാണം കെടുത്ത് നമ്മള് തകർത്ത് ആര് പോലെ കണ്ട. അപ്പൊ നമ്മുടെ ഈ ഒരു മത്സരത്തില് ജയിച്ച ആൾക്കാരൊക്കെ ഇപ്പുറം വന്നേ. ജയിച്ച ആൾക്കാരൊക്കെ ഇപ്പുറം വാ. ജയിച്ച ആൾക്കാരൊക്കെ ഇപ്പുറം വന്നേ. ജയിച്ച ആൾക്കാരൊക്കെ ഇപ്പുറം വാ. അപ്പൊ നമ്മുടെ മത്സരത്തിലെ ഫസ്റ്റത്തെ റൗണ്ടില് നമ്മുടെ 2, 4, 5 ഒരാളുണ്ടല്ലോ. നീ ജയിച്ചിരുന്നില്ലേ? ഈ ചാൻസ് കൊടുക്കാണ്ട് മുമ്പ് നമ്മൾ ഉമ്മാക്ക് ഇടുന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഉമ്മ വന്നിട്ട് ഇടാൻ വേണ്ടി പോയിണ്. ഉമ്മ പോയി കൊടുക്കാം. സായത്തലൊക്കെ മര്യാദ കൊടുത്തോ? ഐഷാക്കിടണോ? ഒരു ചാൻസ്. അപ്പൊ എന്റെ ഉമ്മയാണ്. ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം. കൈത്താക്കിടണോ? ഇവിടെ എല്ലാവർക്കും കേട്ടോ സമ്മാനം ഉണ്ട്. ഉഷാറായി കൈതവാ. ഒരു പ്രാവശ്യം ഐഷ ഒരു പ്രാവശ്യം ഇട്ടിട്ടെ. ഐഷ അപ്പൊ നമ്മുടെ ഈ മത്സരം ഇവിടെ ചമ്മ വൈൻഡപ്പ് ചെയ്യാണ്. ആയിരുന്നാലും നമ്മുടെ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ എന്തായാലും കുട്ടികൾക്കൊക്കെ നമ്മ പ്രൈസ് കൊടുക്കണം. പ്രൈസ് എല്ലാവരും സമ്മാനം തരാം അല്ലേ? അപ്പൊ ഓരോരുത്തർക്ക് തരുമ്പോ എല്ലാവർക്കും ചെയ്യണോട്ടെ കൊടുക്കല്ലേ? സമ്മാനം തരട്ടെ എല്ലാവർക്കും. നീ എവിടെ മത്സരം ഉണ്ടെങ്കിലും സമ്മാനം മേടിക്കോ പോയിട്ട്? ഉറപ്പല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ കുഞ്ഞോനിക്ക് നമ്മ സമ്മാനം കൊടുക്കുകയാണ്. കുഞ്ഞോൻ പായോ കൈയടിക്കും. എല്ലാവരും കൈയടിക്കും. ഹായ് പറയും. എല്ലാവരും ഹായ് പറയും. ഹായ്. ഓക്കെ. നീ കുഞ്ഞോൻ ബാക്കി മാറിക്കോ. അടുത്ത ആള് വാ. നീ വാ. പേരുന്നാണ് അമ്മിത്തൊട്ടി കേട്ടാ. കൈയടി പോരാട്ടാ. നിങ്ങൾ ഇപ്പൊ എനിക്ക് കൈയടിച്ചാൽ നിങ്ങൾക്ക് കൈയടിക്കാൻ ആളുണ്ടാവില്ല കേട്ടോ. കുഞ്ഞോന്റെ അടുത്ത് പോയിക്ക്. അടുത്ത കുഞ്ഞോള് പോയോ. കൈയടിക്കേ. കുഞ്ഞോളോട് പോയിക്കോ. അടുത്ത ആള് വാ. കൈയടിക്കേ. പേരെന്താണ്? ഷസ. ഷസ കുട്ടിക്കാണ്ട. അപ്പൊ അടുത്ത ആൾ പേര് പറഞ്ഞിട്ട് വന്നാൽ മതി. നിന്റെ പേരെന്താണ്? ഉറക്കെ പറഞ്ഞേ. പേരൊക്കെ ഉറക്കെ പറഞ്ഞ ഒരു പട്ടാളക്കാരൻ സ്വഭാവം ഉണ്ടാണ്. ഉറക്കെ പറഞ്ഞു. ഓക്കെ. ജയാമോൻ പിടിക്കും. ഇനി അടുത്ത ആളാണ്. അങ്ങോട്ട് വയ്ക്കോ. എല്ലാവരും ക്യാമറക്കൊക്കെ ഹായ് പറഞ്ഞിട്ട് പോണെങ്കിൽ ഇതിന്റെ പേര് ഉറക്കപ്പുറ. അപ്പൊ ഏത് കുട്ടനെ കണ്ട അടുത്ത കൊടുക്കുന്നത്. ഓക്കെ. അടുത്ത കയ്യടി പോരാ. കിട്ടിയോ കൈയടിക്കണം. അത് കളിക്കി. നിങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോ കയ്യടി കിട്ടിയ അടുത്ത പൈസ കയ്യടി. ഓക്കെ. അപ്പൊ ചരങ്ങൾ വയ്ക്കോ. അടുത്ത നിന്റെ പേര് ആദ്രസ് വരുമോ? കയ്യടി പോരാ. കയ്യടിച്ചിട്ട് വന്നാൽ കൈയടിക്കണം. എല്ലാവരും കൈയടിക്കണ്ട. പ്രോത്സാഹിപ്പിക്കണ്ട എല്ലാവരും. ഓക്കെ. ഹായ് പറടാ. ഓക്കെ. ഞാൻ അടുത്ത നിന്റെ വരുന്നതാ അമ്മലിക്കോട് പറ. കൈയടിക്കണം. എല്ലാവർക്കും കൈയടിക്കും പോന്നാ മതി. പോരുന്നതാ നീ കൈയടിക്കണ്ടത്. ഓക്കെ. ഞാൻ അടുത്ത ആരാണ്? മീനാശി പറ. പേരുന്നാണ് മീനാശി. ഓക്കെ. നിന്റെ പേരുന്നാണ് മുഹമ്മദ് ഇർഫാൻ. കയ്യടി പോരാ. ഓക്കെ. അടുത്ത ആരാണ്? നിന്റെ പേരുന്നാണ് നഹല ഫസലുദ്ദീൻ. ലാസ്റ്റ്. കയ്യടി പോരാ. നിന്റെ പേരുന്നാണ് മിൻഹ. മിൻഹ കുട്ടി കയ്യടി. അടുത്ത പോയി. പേരുന്നാണ് ജൻഹ. മോൾക്ക് സമ്മാനം കിട്ടി. അങ്ങനെ നമ്മുടെ കൊട്ട കാലിയായിരിക്കാണ്. ഞാൻ അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നല്ല സമ്മാനമായിട്ടാണ് വരുന്നത്. അപ്പേ ഒരു മിനിറ്റ് കേട്ടാ. നിങ്ങൾക്ക് എല്ലാം ഇല്ലെന്നാട്ടാ. എന്തിനാണ് ഈ സാധനം തന്നേന്നറിയോ? പഠിക്കണോടൊപ്പം തന്നെ നമ്മുടെ കലകളെ വരക്കണം. മാമറ്റി വരക്കണൊക്കെ ഉണ്ടല്ലോ. ഇഷ്ടമാണോ വരക്കണൊക്കെ? ഓർക്കപ്പറ. അപ്പൊ അതേപോലെ ഒരു വഴി ഒന്ന് മാറിക്കൊടുക്കും. ആളോട് പോയിക്കോട്ടെ. അത് മാറിക്കൊടുക്കും. അത് ബ്രേക്കില്ല. അതുകൊണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവരും നല്ല നല്ല ചിത്രങ്ങൾ വരച്ചിട്ട് എന്നെ കാണിച്ചു തരണം. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം അവർക്ക് കാണിച്ചു കൊടുക്കാം ഇതുകൊണ്ട് കിട്ടിയ വരച്ചതൊക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ? അത് നന്നായിട്ട് പഠിക്കണം. പഠിക്കൂലേ? ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ പോരാ. നല്ല ഉറക്കെ പറയണം. ഞാൻ ചോദിക്കാം. അപ്പൊ എന്ന് പറയുമ്പോ കുറേ കിട്ടാൻ പാടില്ല. പാട്ടല്ല പഠിക്കണ. പഠിക്കൂലെന്ന് ചോദിക്കുമ്പോ അത്രേ ഉള്ളു കേട്ടാ. അപ്പൊ എല്ലാവരും പഠിക്കൂലേ?
ഇതേപോലെ ഉഷാറ് എല്ലാ പരിപാടിക്കും ഉണ്ടാവണം കേട്ടാ. അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവരും വരച്ചിട്ട് തന്നെ കാണിക്കൂലേ? ഓക്കെ. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യണ്. പിള്ളേരുടെ ടയേർഡായി, ഞാൻ ടയേർഡായി. അപ്പൊ ഇതേപോലുള്ള മത്സരങ്ങളൊക്കെ നിങ്ങളൊക്കെ റെഡി ആണെങ്കിൽ ഞങ്ങൾ അവിടെ എത്തും. നല്ല നല്ല സമ്മാനങ്ങളായിട്ട് എത്തും. വാട്സപ്പ് നമ്പർ അതിൻ്റെ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മത്സരിക്കാൻ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ പ്രായവും അതിൻ്റെ അത് കാണിക്കണോട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഏജിനനുസരിച്ചിട്ടുള്ള സമ്മാനങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ വീഡിയോയുടെ അഭിപ്രായം കാലൊക്കെ കമൻറ്റ് ചെയ്യാൻ, പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ആർക്കും ഓക്കെ.